الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد. بسم الله الرحمن الرحيم. والخمر حرمت يقينا فاسمعا هذا وفيها ولد السبط الحسن وكان في الرابعة الغزو إلى بني النضير في ربيع أولا وبعد موت زينب المقدمة وبعده نكاح أم سلمة وبنت جحش ثم بدر الموعد وبعدها الأحزاب فاسمع واعدد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിവരിക്കുന്ന അൽ ഉർജൂസത്തുൽ മിഇയ്യ എന്ന ഇബ്നു അബിൽ അസ്സ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കവിതയിൽ ഈ കേട്ട ഭാഗം വരെയാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ അവസാനത്തെ വരിയിൽ وبنت جحش ثم بدر الموعد وبعدها الأحزاب فاسمع واعدد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ അവരുമായുള്ള വിവാഹമാണ് ഇവിടെ ആദ്യം പറയുന്നത്. ബിൻത് ജഹ്ഷ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ അവരുമായുള്ള നബിയുടെ വിവാഹം. ثم بدر الموعد ശേഷം ബദർ الموعد അല്ലെങ്കിൽ അവസാനത്തെ ബദർ എന്നെല്ലാം അറിയപ്പെടുന്ന ബദറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് നടത്തിയ ഒരു സൈനിക നീക്കമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. വബഅദഹ അതിനുശേഷം അൽ അഹ്സാബ് അഥവാ ഖന്ദഖ് യുദ്ധം. ഫസ്മഅ വഅദുദ് അത് കേൾക്കുക, മനസ്സിലാക്കുക. ഇവിടെ ആദ്യം പറഞ്ഞ വിഷയം സൈനബ് റളിയല്ലാഹു അൻഹ അവരുമായുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹമാണ്. സൈനബ് ആദ്യം സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു എന്ന നബിയുടെ വളർത്തുപുത്രനായ സഹാബിയുടെ ഭാര്യയായിരുന്നു. അതിനുശേഷമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നബിയുടെ പിതൃ സഹോദരിയുടെ മകളാണ് അവർ. നബിയുടെ പിതാവ് അബ്ദുള്ളയുടെ സഹോദരി ഉമൈമ ബിൻത് അബ്ദുൽ മുത്തലിബ്, അവരുടെ മകളാണ് ആര്? സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ സെയ്ദാണ് അവരെ ആദ്യം വിവാഹം ചെയ്തത്. സെയ്ദ് ഒരു അടിമ സ്ത്രീയുടെ സെയ്ദ് ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല. ഖുറൈശികളിൽപ്പെട്ട ആളായിരുന്നില്ല സെയ്ദ് റളിയല്ലാഹു അൻഹു. എന്നാൽ സൈനബ് ആകട്ടെ ഖുറൈശിയത്താണ്. അവർ വലിയ ഗോത്രമഹിമയും മറ്റും ഉണ്ടായിരുന്നവരാണ്. സെയ്ദുമായുള്ള അവരുടെ വിവാഹബന്ധം അത് അത്ര ഊഷ്മളമായ രൂപത്തിലായിരുന്നില്ല. മറിച്ച് അവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും ശ്രേഷ്ഠരായ സഹാബിമാരിൽപ്പെട്ടവരാണ്. അതിനർത്ഥം അവരും മറ്റുള്ളവരുമായി യാതൊരു അഭിപ്രായ വ്യത്യാസമോ എന്തെങ്കിലും അസ്വാരസ്യമോ ഒന്നും ഉണ്ടാവുകയില്ല എന്നല്ല. അത് മനുഷ്യർ തമ്മിൽ സാധാരണ ഉണ്ടാകുന്ന സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. എപ്പോഴാണത് പ്രശ്നമായി തീരുക? ഒരാളുമായി അഭിപ്രായ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ വല്ല പ്രശ്നത്തിലോ ആയാൽ അതിക്രമം പ്രവർത്തിക്കുക, ദുൽമ ചെയ്യുക, അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അതല്ലാതെ ആളുകൾ എല്ലാവരും തമ്മിൽ ഒരേപോലെ യോജിപ്പും ഒരേപോലെ ഊഷ്മളമായ ബന്ധവും ഉണ്ടാവുക എന്നത് നടക്കുകയില്ല. കാരണം ജനങ്ങൾ പല പ്രകൃതത്തിലുള്ളവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൽ-അർവാഹു ജുനൂദുൻ മുജന്നദ ഫമാ തആലഫ മിൻഹാ ഇഅ്തലഫത് വമാ തനാകറ മിൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അർവാഹു ജുനൂദുൻ മുജന്നദ, റൂഹുകൾ അത് സൈന്യങ്ങളെ പോലെയാണ്. അതിൽ പരസ്പരം ഇണക്കമുള്ളത് തമ്മിൽ യോജിക്കും.
എന്നാൽ ഇണക്കമില്ലാത്തത് തമ്മിൽ യോജിക്കുകയില്ല. ജനങ്ങളിൽ ചിലരോട് യോജിക്കും, ചിലരോട് യോജിക്കുകയില്ല. അത് ആളുകൾക്ക് ഉള്ള ഒരു കോട്ടമല്ല, ഒരു പോരായ്മയല്ല. മറിച്ചത് പോരായ്മയായി തീരുക ആളുകൾ അതിക്രമം പ്രവർത്തിക്കുമ്പോഴാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹുമായുള്ള സൈനബിന്റെ വിവാഹബന്ധം അത് നല്ല രൂപത്തിൽ കലാശിച്ചില്ല. സൈനബ് റളിയല്ലാഹു അൻഹ അവർ സെയ്ദിനോട്, ഒരു ഭർത്താവിനോട് നിൽക്കേണ്ട രൂപത്തിൽ, സാധാരണ സ്ത്രീകൾ നിൽക്കുന്ന രൂപത്തിലല്ല അവരുമായി ബന്ധമുണ്ടായിരുന്നത്. അതുകൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് സൈനബിനെ തലാഖ് ചൊല്ലട്ടെ എന്ന് അനുവാദം ചോദിക്കുന്ന രൂപത്തിൽ സംസാരിക്കുമായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനോട് പറയും, അംസിക അലൈക സൗജക് വത്തഖില്ലാഹ്, നീ നിന്റെ ഭാര്യയെ തലാഖ് ചൊല്ലാതെ നിലനിർത്തുക, വത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൈനബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആ വിവാഹത്തിലൂടെ ജാഹിലിയത്തിൽ ഖുറൈശികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റായ ധാരണയെ അല്ലാഹു റബ്ബുൽ ആലമീൻ നീക്കിക്കളഞ്ഞു. എന്തായിരുന്നു അത്? വളർത്തുപുത്രൻ, തബന്നി എന്ന് പറയും, അഥവാ വളർത്തുപുത്രനായ ഒരാളെ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കപ്പെട്ട മകൻ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ മകനെ പോലെയാണ് എന്നതായിരുന്നു ജാഹിലിയത്തിലെ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ധാരണ. അങ്ങനെയായിരുന്നു ആ ബന്ധത്തെ അവർ കണ്ടുപോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ വളർത്തുപുത്രന്റെ ഭാര്യ എന്ന് പറയുന്നത് സ്വന്തം മകന്റെ ഭാര്യയെ പോലെയാണ് അവർ കണ്ടത്. സ്വന്തം മകന്റെ ഭാര്യ ഒരാൾക്ക് ഒരു കാരണവശാലും മകൻ തലാഖ് ചൊല്ലിയാലോ മകൻ മരിച്ചാലോ ഒന്നും വിവാഹം ചെയ്യുക പാടില്ല. അതുപോലെയാണ് വളർത്തുപുത്രന്റെ ഭാര്യയെയും അവർ കണ്ടിരുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ജാഹിലിയത്തിലെ ധാരണ തുടച്ചു നീക്കുകയുണ്ടായി. നബി വാക്കാലത് പറഞ്ഞാൽ ആളുകൾ അത് മനസ്സിലാക്കുന്നതിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിയാൽ അത് ചെയ്താൽ ആളുകൾ അത് നന്നായി മനസ്സിലാക്കും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി ഉണ്ടായ ഉംറയുടെ യാത്രയിൽ അവർ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടതായിരുന്നു. പക്ഷെ ഉംറ നടന്നില്ല. പകരം ഖുറൈശികളുമായി സന്ധി ഉണ്ടായി. ആ സന്ധിയിലെ ഒരു വ്യവസ്ഥയാണ് ഈ വർഷം മുസ്ലിമീങ്ങൾ ഉംറ ചെയ്യാതെ തിരിച്ചു പോകണം. മുസ്ലിമീങ്ങൾക്ക് അത് വലിയ പ്രയാസമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ബലിമൃഗത്തെ അറുക്കാനും മുടിയെടുക്കാനും കൽപ്പിച്ചു സഹാബത്തിനോട്. ഒരാൾ പോലും അത് ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസത്തോടെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് കാര്യം പറഞ്ഞു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, അവരെല്ലാവരും അത് ചെയ്യണോ? താങ്കൾ ഒന്നും മിണ്ടാതെ പോയി താങ്കളുടെ മൃഗത്തെ അറുക്കുക, എന്നിട്ട് അങ്ങ് മുടിയെടുക്കുക. അവരെല്ലാവരും അനുസരിക്കും, അവരെല്ലാവരും അതുപോലെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങി അവിടുത്തെ ബലിമൃഗത്തെ അറുത്തു. ഹല്ലാഖിനോട് അവിടുത്തെ മുടിയെടുക്കാൻ പറഞ്ഞു. മുടിയെടുത്തു. സഹാബിമാർ ഒരാൾ ഒഴിയാതെ അവരെല്ലാവരും അതുപോലെ ചെയ്യും. പ്രയാസം കൊണ്ട്, ദുഃഖം കൊണ്ട് മുടി ഒരാൾ മറ്റൊരാളുടെ എടുത്തു കൊടുക്കുമ്പോൾ മുറിച്ചിട്ട് ആളെ അവർ കൊന്നേക്കും എന്ന രൂപത്തിൽ അത്രയും സങ്കടത്തിലായിരുന്നു അവർ മുടിയെടുത്തിരുന്നത് എന്നാണ്. കാരണം അവർ മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമെന്ന് ഉംറ ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചത്. എന്നാൽ അടുത്ത വർഷം അത് സംഭവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കാണിച്ചു കൊടുത്ത സ്വപ്നം അത് അല്ലാഹു പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ വർഷമായിരുന്നില്ല എന്ന് മാത്രം. ഇതുപോലെ പ്രവൃത്തിയിലൂടെ ചില കാര്യം ചെയ്യുക എന്നത് ആളുകളുടെ മനസ്സിൽ കൂടുതൽ പതിയാൻ അത് കാരണമാകും. ജാഹിലിയത്തിലുണ്ടായിരുന്ന ഈ ധാരണയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
പ്രവൃത്തിയിലൂടെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കം ചെയ്യുകയാണ്. നബിക്ക് അല്ലാഹു നേരത്തെ വഹി നൽകിയിട്ടുണ്ട്. എന്ത്? സൈനബിനെ താങ്കൾ വിവാഹം ചെയ്യുമെന്ന്. എന്നാൽ സെയ്ദ് ഈ സൈനബുമായുള്ള സ്വാരസ്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നബിയുടെ അടുത്ത് വരുമ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയും? അംസിക അലൈക സൗജക വത്തഖില്ലാഹ്. താങ്കൾ എന്തു ചെയ്യുക? സെയ്ദ് എന്തു ചെയ്യുക? ഭാര്യ തലാഖ് ചൊല്ലാതിരിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അക്കാര്യം പ്രയാസകരമായി അനുഭവപ്പെട്ടു. ആളുകൾ പറഞ്ഞേക്കാവുന്ന മോശമായ വാക്കുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ആശങ്കയുണ്ടാക്കി. നോക്കൂ, അതേക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു പറഞ്ഞത്, وَإِذْ تَقُولُ لِلَّذِي أَنْعَمَ اللَّهُ عَلَيْهِ وَأَنْعَمْتَ عَلَيْهِ أَمْسِكْ عَلَيْكَ زَوْجَكَ وَاتَّقِ اللَّهَ وَتُخْفِي فِي نَفْسِكَ مَا اللَّهُ مُبْدِيهِ وَتَخْشَى النَّاسَ وَاللَّهُ أَحَقُّ أَنْ تَخْشَاهُ. ഒരവിയെ താങ്കൾ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ഒരാളോട്, താങ്കളും പല നന്മകളും ചെയ്തു കൊടുത്ത ആളോട്, അഥവാ സെയ്ദിനോട് പറയുന്നു, അംസിക അലൈക സൗജക വത്തഖില്ലാഹ്, ഭാര്യയെ തലാഖ് ചൊല്ലാതെ നിലനിർത്തുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. വതുഖ്ഫി ഫീ നഫ്സിക്, താങ്കളുടെ മനസ്സിൽ താങ്കൾ ഒരു കാര്യം മറച്ചു വെക്കുന്നു. അല്ലാഹു മുബ്ദീഹ്, അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന കാര്യമാണ്. വതഖ്ശന്നാസ്, താങ്കൾ ജനങ്ങളെ പേടിക്കുന്നു. അല്ലാഹു അഹഖു അൻ തഖ്ശാഹ്, അള്ളാഹുവാണ് താങ്കൾ ഏറ്റവും പേടിക്കാൻ അർഹതപ്പെട്ടവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്. സഹാബിമാർ പറഞ്ഞത് കാണാം. അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർ പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, ലൗ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാതിമൻ ഷൈഅൻ ലകതമ ഹാദിഹിൽ ആയ. നബി ഖുർആനിൽ നബി എന്തെങ്കിലും ജനങ്ങളെ അറിയിക്കേണ്ട കാര്യം മറച്ചു വെക്കുമായിരുന്നുവെങ്കിൽ ഈ ആയത്ത് നബി മറച്ചു വെച്ചേനെ. കാരണം അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, എന്ത്? താങ്കൾ ഒരു കാര്യം മറച്ചു വെച്ചു, അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന കാര്യം. ജനങ്ങളെ ഭയപ്പെടുന്നു, അള്ളാഹുവിനാണ് ഭയപ്പെടുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. അഥവാ ഇതിൽ പ്രയാസം വേണ്ടതില്ല. അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ യാതൊരു പ്രയാസവും വേണ്ടതില്ല. ആ ആയത്തിൽ, ആ സൂറത്തിൽ ഇതിനുശേഷം നബിമാരുടെ പഴയ കാലത്തെ ചര്യ അതെന്താണ്? അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കലാണ്. അതിനുവേണ്ടി എന്ത് സഹിക്കേണ്ടി വന്നാലും. നോക്കൂ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സമ്പത്തും സ്വദേഹവും അള്ളാഹുവിന്റെ മാർഗത്തിൽ അതുമായി മുന്നിട്ടിറങ്ങിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനവും അവിടുന്ന് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. കാരണം ആളുകൾ നബിയെക്കുറിച്ച്, നബിയുടെ അഭിമാനത്തെക്കുറിച്ച് പലതും പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. പക്ഷെ അള്ളാഹുവിന്റെ സന്ദേശമാണോ അത് എത്തിച്ചു കൊടുക്കണം. الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, ആ സൂറത്തിൽ ഈ ആയത്തുകളുടെ അടുത്താണ് അല്ലാഹു അത് പറഞ്ഞത്. الذين يبلغون رسالات الله, ആ നബിമാർ അവർ അല്ലാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തിരുന്നവരാണ്. വയഖ്ശൗനഹു, അല്ലാഹുവിനെ ഭയപ്പെട്ടവരാണ്. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാളെയും അവർ ഭയപ്പെടുകയില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫലമ്മ ഖദാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകഹ. സെയ്ദ് അവളിൽ തന്റെ ആവശ്യം പൂർത്തീകരിച്ചപ്പോൾ, ആ വിവാഹബന്ധം അതിനുശേഷം സവ്വജ്നാകഹ, സൈനബിനെ, ഓ നബിയെ താങ്കൾക്ക് നാം വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. സൈനബിന്റെ വിവാഹം റബ്ബ് സുബ്ഹാനഹു വ തആല നേരിട്ട് നടത്തിയതാണ്. ഭൂമിയിൽ ഒരു നിക്കാഹ് നടന്നിട്ടില്ല. അല്ലാഹു ആയത്തിറക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിന്റെ അരികിലേക്ക് ചെന്നു, ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ചെയ്യിച്ച വിവാഹമാണ്. സൈനബ് റളിയല്ലാഹു അൻഹ അവർ ബാക്കിയുള്ള നബിയുടെ ഭാര്യമാരോട് അഭിമാനം പറയാറുണ്ടായിരുന്നു, നിങ്ങളുടെയൊക്കെ വിവാഹം ഭൂമിയിലാണ് നടന്നത്, എന്റെ വിവാഹം 7 ആകാശങ്ങൾക്ക് മുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തതാണ് എന്ന്, റബ്ബ് നടത്തിയതാണ് എന്ന് സൈനബ് റളിയല്ലാഹു അൻഹ അഭിമാനം പറയാറുണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇതാണ് ആ പ്രസിദ്ധമായ സംഭവം.
അതോടെ റബ്ബ് സുബ്ഹാനഹു വ തആല ജാഹിലിയ്യത്തിലെ ആചാരം ഇല്ലാതാക്കി കളഞ്ഞു. അതുകൊണ്ടാണ് സൂറത്തുൽ അഹ്സാബിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം, വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും, നിങ്ങളുടെ അദ്ഇയ എന്നാൽ ദഈ എന്ന വാക്കിന്റെ ബഹുവചനമാണ്. ഒരാളിലേക്ക് നിങ്ങൾ ചേർത്തി പറയും, നിങ്ങൾ ചേർത്തി പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ പിതാവല്ല. അങ്ങനെ നിങ്ങൾ വിളിച്ചു പറയുന്നവർ അവർ നിങ്ങളുടെ മക്കളല്ല. വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും, നിങ്ങളുടെ അങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ അള്ളാഹു യഥാർത്ഥത്തിൽ നിങ്ങളുടെ മക്കളാക്കിയിട്ടില്ല. ആദ്യം സെയ്ദ് റളിയല്ലാഹു അൻഹു വിളിക്കപ്പെട്ടിരുന്നത് എന്താണ്? സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നായിരുന്നു. ഈ ആയത്തോടെ ഉദ്ഉഹും ലിഅബാഇഹിം, അവരവരുടെ പിതാക്കളിലേക്ക് തന്നെ ചേർത്ത് വിളിക്കുക എന്ന ആയത്തോടെ മുസ്ലിമീങ്ങൾ സെയ്ദിനെ എന്ത് വിളിക്കാൻ തുടങ്ങി? സെയ്ദ് ബിൻ ഹാരിസ, യഥാർത്ഥ പിതാവിലേക്ക് ചേർത്തിക്കൊണ്ട് അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി. ഇമാം സുഹൈലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അതുകൊണ്ടാണ് ഖുർആനിൽ സെയ്ദിന്റെ പേര് അള്ളാഹു പരാമർശിച്ചത്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു സഹാബിയുടെ പേര് ഏത് പേരാണ്? ആരുടെ പേരാണ്? സെയ്ദിന്റെ പേരാണ്. വേറൊരു സഹാബിയുടെ പേര് ഖുർആനിലില്ല. സെയ്ദിന്റെ പേര് മാത്രമേ ഖുർആനിൽ ഉള്ളൂ. കാരണം സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന വിളിപ്പേര് അതെത്ര അഭിമാനമാണ്. എന്നാൽ അത് അള്ളാഹു ഈ ആയത്തിലൂടെ അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ സെയ്ദിനുണ്ടായ ഒറ്റപ്പെടലും പ്രയാസവും അള്ളാഹു എങ്ങനെ പരിഹരിച്ചു? ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെ ആളുകൾ പാരായണം ചെയ്യുന്ന രൂപത്തിൽ പേര് പരാമർശിച്ചുകൊണ്ട് പരിഹരിച്ചു. സെയ്ദ് എന്ന പേര് ഖുർആനിലുണ്ട്. മുസ്ലിമീങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഓതിക്കൊണ്ടിരിക്കുന്നു. അത് മസ്ജിദുകളിൽ ഉയർന്നു കേൾക്കപ്പെടുന്നു. മുസ്ഹഫുകളിൽ അത് അള്ളാഹു ഉയർത്തുന്ന കാലം വരേക്കും രേഖപ്പെട്ടു കിടക്കും. മുസ്ഹഫ് ഭൂമിയിലുള്ള കാലത്തോളം ഖിയാമത്ത് നാൾ വരെ അത് രേഖപ്പെട്ട് കിടക്കുന്നതാണ്. സൈനബ് റളിയല്ലാഹു അൻഹ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 35 വയസ്സായിരുന്നു പ്രായം. അവർ വലിയ ശ്രേഷ്ഠതകളുള്ള ധാരാളം സൽഗുണങ്ങളുള്ള സഹാബി വനിതകളിൽ ഒരാളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, വലം അറ ഇംറഅതൻ ഖത്തു ഖൈറൻ ഫിദ്ദീൻ മിൻ സൈനബ് വഅത്ഖാ ലില്ലാഹ് وأصدق حديثا وأوصل للرحم وأعظم صدقة وأشد ابتدالا لنفسها في العمل الذي تصدق به وتقرب به إلى الله تعالى. زينب പോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള സത്യസന്ധയായ കുടുംബബന്ധം ചേർത്തുക്കുന്ന വലിയ സദഖ നൽകുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ നൽകാൻ വേണ്ടി സ്വയം ജോലി ചെയ്യുന്ന അവരെ കൊണ്ട് സാധിക്കുന്ന തോൽപാത്രങ്ങളും മറ്റും തുന്നുകയും ഒക്കെ ചെയ്ത് പണമുണ്ടാക്കി സദഖ നൽകുമായിരുന്നു എന്ന്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സഹാബി വനിതകൾ നബിയുടെ ഭാര്യമാർ ഒരിക്കൽ ചോദിച്ചപ്പോൾ, എന്ത് ചോദിച്ചപ്പോൾ, നബിയെ ഞങ്ങളിൽ ആരാണ് താങ്കളുടെ അരികിൽ ആദ്യം എത്തിച്ചേരുക എന്ന് ചോദിച്ചപ്പോൾ, അഥവാ ആദ്യം ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെടുക എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മറുപടി പറഞ്ഞു? അത്വലു കുന്ന യദ, നിങ്ങളിൽ ഏറ്റവും നീളമുള്ള കൈയുള്ളവൾ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞങ്ങൾ കൈ അളന്നു നോക്കി, ഓരോരുത്തരും ചുമരിൽ വെച്ച് അളന്നു നോക്കി. അളന്നു നോക്കിയപ്പോൾ സൗദയുടെ ബിൻത് ജംഅ റളിയല്ലാഹു അൻഹ അവരുടെ കൈയാണ് നീളമുള്ള കൈയായി കണ്ടത്. പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി, കാരണം നബിയുടെ വഫാത്തിനു ശേഷം ആദ്യം നബിയുടെ ഭാര്യമാരിൽ മരണപ്പെട്ടത് ആരാണ്? സൈനബാണ്. അവസാനം മരണപ്പെട്ടത് ആരാണ്? കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആരാ? ഉമ്മു സലമ. ബറകല്ലാഹു ഫീക്കും. ഉമ്മു സലമയാണ് ആദ്യം മരണപ്പെട്ടത്. സൈനബാണ് ബിൻത് ജഹ്ഷ്. ഹിജ്റ 20 ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അവർ വഫാത്തായത്. ഉമർ ഇബ്നുൽ ഖത്താബാണ് അവരുടെ ജനാസ നിസ്കരിച്ചത്, ഇമാമായി നിസ്കരിച്ചത്. അവർ മരണപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്, നീളമുള്ള കൈ കൊണ്ട് ഉദ്ദേശിച്ചത് അത് അറബികൾ നടത്തുന്ന പ്രയോഗമാണ്, ധാരാളം സദഖ നൽകുന്നവൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. സൈനബ് ആകട്ടെ നബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ വലിയ പൊക്കമില്ലാത്ത സ്ത്രീയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. അവർ ഹിജ്റ 20 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് മരണപ്പെട്ടത്. അത് ആ സമയത്ത് അവർക്ക് 53
53ഓളം ഏതാണ്ട് 53ഓളം വയസ്സുണ്ടായിരുന്നു എന്നാണ്. ഇതിനുശേഷം പിന്നെ ഈ കവിതയിൽ പരാമർശിച്ചിട്ടുള്ളത് ബദ്റുൽ മൗഇദാണ്. ബദ്റുൽ മൗഇദ് അഥവാ രണ്ടാമത്തെ ബദറിലേക്കുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും സൈനികമായുള്ള നീക്കം. ഇത് നടന്നത് ഹിജറ 4ാമത്തെ വർഷം ശഅബാൻ മാസത്തിലാണ്. എന്തുകൊണ്ടാണ്? അബൂ സുഫിയാൻ ഉഹദിൽ വെച്ച് കഴിഞ്ഞ വർഷം വെല്ലുവിളിച്ചിട്ടാണ് പോയത്. നമുക്ക് അടുത്ത വർഷം ബദറിൽ ഞങ്ങളുടെ ആളുകളെ നിങ്ങൾ കൊലപ്പെടുത്തിയ ബദറിൽ വെച്ച് കാണണം, അവിടെ വെച്ച് കാണാമെന്ന് വെല്ലുവിളിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 പേരെയും കൂട്ടി ബദറിലേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് മദീനയുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് അബ്ദുല്ലാഹിബ്നു അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സുലൂലാണ്. അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന മുനാഫിക്കുകളുടെ നേതാവ്, അയാളുടെ മകൻ അബ്ദുല്ലാഹ്, മകന്റെ പേരും അബ്ദുല്ലാഹ് എന്നാണ്. അദ്ദേഹം ശ്രേഷ്ഠനായ സഹാബിയാണ്, ഉപ്പ മുനാഫിക്കുകളുടെ നേതാവാണ്, പക്ഷേ മകൻ ശ്രേഷ്ഠനായ സഹാബിയാണ്. ബദർ യഥാർത്ഥത്തിൽ ആ സ്ഥലം അറബികൾ അക്കാലത്ത് ഒരുമിച്ച് ചേർന്നിരുന്ന ഒരു ചന്തയായിരുന്നു, കച്ചവടം പലതും നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പേരുമായി പുറപ്പെട്ടു. അബൂ സുഫിയാനും കൂട്ടരും 2000 ആളുകളുമായി മക്കയിൽ നിന്ന് ബദറിലേക്ക് പറഞ്ഞതുപോലെ പുറപ്പെട്ടു. പക്ഷെ അബൂ സുഫിയാൻ ഇഷ്ടത്തോടെ പുറപ്പെട്ടതായിരുന്നില്ല, വെല്ലുവിളിച്ചതാണ്. വെല്ലുവിളിച്ചു പോയല്ലോ, പോകാതെ പറ്റില്ലല്ലോ എന്ന രൂപത്തിൽ പുറപ്പെട്ടതായിരുന്നു. അങ്ങനെ മർറു ബഹ്റാൻ എന്ന സ്ഥലത്തെത്തി. വേറെ ചില റിവായത്തുകളിൽ ഉസ്ഫാൻ എന്ന സ്ഥലത്തെത്തി. ഈ രണ്ടാമതൊരു സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ മനസ്സിൽ, മുശ്രിക്കുകളുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭീതി ഇട്ടുകൊടുത്തു. അവർക്ക് പേടി തുടങ്ങി. അങ്ങനെ അബൂ സുഫിയാൻ ആളുകളോട് പറഞ്ഞു, ഖുറൈശികളെ, ഈ വർഷം ഇത് നമുക്ക് യുദ്ധത്തിന് പറ്റിയൊരു സമയമല്ല, ഇത് കടുത്ത ക്ഷാമമുള്ള, കായികനികളൊന്നും അധികമില്ലാത്ത ഒരു സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് പോവുക എന്നത് നമുക്ക് ശരിയല്ല. നമുക്ക് നല്ല കൃഷിയൊക്കെ വിളവെടുപ്പൊക്കെ ഉള്ള നല്ലൊരു സമയത്ത് വരാം. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു പോവുകയാണ്, നിങ്ങളും വന്നുള്ളൂ എന്ന് പറഞ്ഞ് അബൂ സുഫിയാനും കൂട്ടരും തിരിച്ചുപോയി. പോകുന്ന വഴിയിൽ നുഐം ഇബ്നു മസ്ഊദ് അൽ അശ്ജാഇ എന്നു പേരുള്ള ഒരാളെ അബൂ സുഫിയാൻ ശട്ടം കെട്ടി ഏൽപ്പിച്ചു. എന്താണ്? നീ മദീനയിലേക്ക് ചെന്ന് മുഹമ്മദിന്റെ സഹാബത്തിനോട്, ആളുകളോട് അവരെങ്ങനെങ്കിലും പറഞ്ഞ് ബദറിലേക്ക് പുറപ്പെടാതിരിക്കാൻ, അവർ പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കണം. കാരണം അവർ പുറപ്പെട്ടു, ഞങ്ങൾ പോയില്ലെങ്കിൽ അത് നടക്കണം. അങ്ങനെ നുഐം ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ആളെ പറഞ്ഞേൽപ്പിച്ചു. അയാൾ വന്ന് മദീനയിൽ വന്ന് പല ശ്രമങ്ങളും നടത്തി നോക്കിയെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പോകാതിരിക്കാൻ. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന സഹാബിമാരുമായി പുറപ്പെട്ടു. അവർ ബദറിലെത്തുകയും അവിടെ ദിവസങ്ങളോളം നിൽക്കുകയും ചെയ്തു. പക്ഷേ മുശ്രിക്കുകൾ വന്നില്ല. മുസ്ലിമീങ്ങൾ അവിടെ പല വസ്തുക്കളും കച്ചവടം ചെയ്യുകയും എന്നിട്ട് ലാഭം നേടുകയും തിരിച്ചു പോരുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈ രൂപത്തിൽ പുറപ്പെട്ടതിന്റെ പ്രതിഫലവും അതുപോലെ ദുനിയാവിലെ ലാഭവുമായി അവർ തിരിച്ചുപോയി. ഇതാണ് ബദറുൽ മൗഇദ്, അല്ലെങ്കിൽ അവസാനത്തെ ബദർ എന്നൊക്കെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ രണ്ടാം ബദർ എന്നൊക്കെ അറിയപ്പെടുന്ന സംഭവം. ഇതിനുശേഷം ഈ കവിതയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ വായിച്ചിട്ടുള്ളത് അഹ്സാബ് യുദ്ധവും അതുപോലെ ബനു ഖുറൈദ യുദ്ധവുമാണ്. അഹ്സാബ് യുദ്ധമാണ് ഖന്തഖ് യുദ്ധം എന്നറിയപ്പെടുന്നത്. അതിനുശേഷം യഹൂദികളുമായി നടന്ന പോരാട്ടമാണ് ബനു ഖുറൈദ ഗോത്രം. അവരെ മുസ്ലിമീങ്ങൾ ശിക്ഷിച്ച, അവരുടെ ചതിക്ക് യോജിച്ച ശിക്ഷ നൽകിയ കാര്യമാണ് ബനു ഖുറൈദ സംഭവം. പക്ഷെ ഇതിനു മുൻപ് നടന്നുവെന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞ ചില സംഭവങ്ങൾ നമുക്ക് ആദ്യം വിശദീകരിക്കേണ്ടത്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കാം. അടുത്ത വരികൾ ശ്രദ്ധിക്കുക. ثم بنو قريظة وفيهما خلف وفي ذات الرقاع علما
كيف صلاة الخوف والقصر نمي وآية الحجاب والتيمم قيل ورجمه اليهوديين ومولد السبط الرضا الحسين وكان في الخامسة اسمع وثقي الإفك في غزو بني المصطلق ثم بني قريظة وفيهما خلف وفي ذات الرقاع علما ശേഷം ഖുറൈദ ബനു ഖുറൈളയുമായുള്ള യുദ്ധം വഫീഹിമാ ഖുൽഫുൻ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അഥവാ അഹ്സാബ് ബനു ഖുറൈള ഇതൊക്കെ ഏത് സമയത്താണ് നടന്നത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് വഫീ ദാത്തുർ റിഖാഇ അതുപോലെ ദാത്തുർ റിഖാ എന്നറിയപ്പെടുന്ന യുദ്ധമുണ്ടായി ഉല്ലിമ അതിൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ടത് കൈഫ സലാത്തുൽ ഖൗഫി എങ്ങനെയാണ് സലാത്തുൽ ഖൗഫ് യുദ്ധവേളയിലും ഭയപ്പാടിന്റെ സന്ദർഭങ്ങളിലുമുള്ള നിസ്കാരം നിർവഹിക്കേണ്ടത് അത് പ്രത്യേക രൂപത്തിലുള്ള നിസ്കാരമാണ് അത് ദാത്തുർ റിഖാ യുദ്ധത്തിലാണ് പഠിപ്പിക്കപ്പെട്ടത് വൽ ഖസ്റു നുമി അതുപോലെ നിസ്കാരം ഖസറാക്കുക എന്നതും അവിടെ വെച്ചാണ് ഉണ്ടായത് വആയത്തുൽ ഹിജാബി വത്തയമ്മുമി വആയത്തുൽ ഹിജാബി വത്തയമ്മുമി ഹിജാബിന്റെ ആയത്തും തയമ്മുമിന്റെ ആയത്തും ഇറങ്ങുകയുണ്ടായി ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് നമ്മൾ നേരത്തെ പറഞ്ഞ സൈനബുമായുള്ള വിവാഹത്തോടെയാണ് സൈനബ് റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത വർഷം ആ സമയത്ത് ആണ് ആ വർഷത്തിലാണ് അഥവാ ഹിജറ 5-ാം വർഷത്തിലാണ് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയത് എന്നാണ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നോക്കൂ നിങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം പല വർഷങ്ങൾ വൈകിട്ടാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ചില വിവരമില്ലാത്ത ആളുകൾ സ്ത്രീകൾ പുരുഷന്മാരുമായി അവർ ഇടകലർന്നതും അവർ ഇവരെ കണ്ടതും സംസാരിച്ചതുമായ പല സംഭവങ്ങൾ അത് സ്ത്രീ പുരുഷന്മാർക്ക് മുന്നിൽ സ്ത്രീകൾ ഒരു മറക്ക് പിന്നിൽ നിൽക്കേണ്ടതില്ല എന്നൊക്കെ തെളിവ് പിടിക്കാനായി ഉദ്ധരിക്കുന്നുണ്ട് അതിൽ പലതും ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണ് തെറ്റായ കാര്യമാണ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും സംഭവിച്ചേക്കാവുന്ന ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്ത്രീകളുമായുള്ള ഇടപാടുകളിൽ ചില സന്ദർഭങ്ങളിൽ ഹിജാബില്ലാതെ അവരോട് സംസാരിക്കുകയോ മറ്റോ വേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഹിജാബിന് മുമ്പുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ് പൊതുവെ ഇത്തരത്തിലുള്ള ആളുകൾ തെളിവ് പിടിക്കാറുള്ളത് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായ ആയത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യം മുസ്ലിമീങ്ങൾ കാലങ്ങളായി ചെയ്തു വരുന്ന ഒരു കാര്യം അതിനെതിരിൽ എങ്ങനെയാണ് ഇതുപോലുള്ള ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ തെളിവാക്കാൻ സാധിക്കുക അത് ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിനെ വിവാഹം ചെയ്ത വേളയിലാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് സഹീഹ് ബുഖാരിയിലും മറ്റും ഉള്ള ഹദീസുകളിൽ കാര്യം വന്നത് കാണാം قيل ورجمه اليهوديين ومولد السبط الرضا الحسيني രണ്ട് യഹൂദികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വ്യഭിചരിക്കുകയും വിവാഹിതരാണ് അതിനുശേഷം വ്യഭിചരിക്കുകയും അത് തെളിയുകയും ചെയ്ത ശേഷം കല്ലെറിഞ്ഞു കൊല്ലാൻ ഉത്തരവിട്ട സംഭവവും ഈ സന്ദർഭത്തിലാണ് നടന്നത് അഥവാ ഹിജറ 5-ാം വർഷത്തിനോട് അനുബന്ധിച്ചാണ് നടന്നത് വമൗലിദു സിബ്ത് റിബൽ ഹുസൈനി അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ സിബ്തായ അല്ലാഹുവിന്റെ തൃപ്തി നേടിയ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനനവും ആ സമയത്തായിരുന്നു വകാന ഫിൽ ഖാമിസതി ഇസ്മഅ വതിഖ് 5-ാം വർഷത്തിൽ തന്നെയാണ് നീ കേൾക്കുക ഉറപ്പിക്കുക അൽ ഇഫ്കു ഹദീസുൽ ഇഫ്ക് അല്ലെങ്കിൽ ഹാദിസത്തുൽ ഇഫ്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടായി അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരിൽ മുനാഫിഖുകൾ ഒരു ദുരാരോപണം പറഞ്ഞുണ്ടാക്കിയ സംഭവം ഉണ്ടായത് ഫീ ഗസ്വി ബനിൽ മുസ്തലിഖി ബനുൽ മുസ്തലിഖ് യുദ്ധത്തിനാണ് അത് ഉണ്ടായിട്ടുള്ളത് ബനുൽ മുസ്തലിഖ് യുദ്ധം അത് ഖന്തഖ് യുദ്ധത്തിന് മുൻപാണ് അഹ്സാബ് യുദ്ധത്തിന് മുമ്പാണ് എന്ന് ധാരാളം ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിനുശേഷമാണെന്ന് പറഞ്ഞവരുമുണ്ട് പക്ഷെ അതിന് മുമ്പാണത് എന്ന അഭിപ്രായമാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത് ഇമാം ഇബ്നുൽ ഖയ്യിം ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തുടങ്ങിയ പണ്ഡിതന്മാരെല്ലാം അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ബനുൽ മുസ്തലിഖ് യുദ്ധം അത് മുറൈസി
എന്ന പേരിലും അറിയപ്പെടുന്ന യുദ്ധമാണ്. മുറൈസിയ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അത് നടന്നത്. ഹിജറ 5-ാം വർഷം ശഅബാൻ മാസത്തിലായിരുന്നു അത് സംഭവിച്ചത്. ഹാരിസ് ഇബ്നു അബി ദിറാർ എന്നു പേരുള്ള ബനു മുസ്തലിഖ് ഗോത്രത്തിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ, മുസ്ലിമീങ്ങൾക്കെതിരിൽ വലിയ സൈന്യവുമായി വരുന്നു എന്ന ഒരു വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു. ഹാരിസ് ഇബ്നു അബി ദിറാർ, ഈ പേര് നമ്മൾ ഓർത്തു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറൈദ ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ ആ വിവരം ഉറപ്പുവരുത്താൻ വേണ്ടി അയച്ചു എന്നാണ്. ആ സഹാബി ചെല്ലുകയും എന്നിട്ട് സംഭവം ശരിയാണ്, ബനു മുസ്തലിഖ് ഗോത്രത്തിന്റെ നേതാവ് ഹാരിസ് ഇബ്നു അബി ദിറാർ ഇങ്ങനെ ഒരു സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഒരുക്കുന്നുണ്ട്, ആ വിവരം സത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവുമായി ആ ഗോത്രത്തിന്റെ അരികിലേക്ക് അവരെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടുവെന്ന്. ഈ യുദ്ധം, ബനു മുസ്തലിഖ് യുദ്ധത്തിൽ നടന്ന സുപ്രധാനമായ ചില സംഭവങ്ങളുണ്ട്. ഈ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിൽ നിന്ന് മുനാഫിക്കുകൾ പലരും പുറപ്പെട്ടിരുന്നു. അവരും യുദ്ധത്തിൽ പോയിരുന്നു. പിൽക്കാലത്ത് തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മുനാഫിക്കുകൾ പലരും പിന്തി നിന്നപ്പോൾ അള്ളാഹു പറഞ്ഞത് കാണാം, അവർ നിങ്ങളുടെ കൂടെ വന്നിരുന്നുവെങ്കിൽ അവർ നിങ്ങൾക്ക് ശല്യമല്ലാതെ ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ നടന്ന സംഭവമാണ്, യുദ്ധമാണ് ബനു മുസ്തലിഖ് യുദ്ധം. കാരണം ഈ ഖൗമ കൂടെ പുറപ്പെട്ടാൽ ഉപദ്രവമല്ലാതെ യാതൊരു ഉപകാരം ഉണ്ടാവില്ല. ഉപദ്രവം മാത്രമേ ഉണ്ടാവുള്ളൂ, ഉപകാരമൊന്നും ഉണ്ടാവുകയില്ല. മുനാഫിക്കുകൾ ധാരാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈ യുദ്ധത്തിൽ, ബനു മുസ്തലിഖ് യുദ്ധത്തിൽ പുറപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ തലവൻ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ തന്നെ കൂടെ ഉണ്ടായിരുന്നു, മുസ്ലിമുകളുടെ കൂടെ പുറപ്പെട്ടിരുന്നു. അങ്ങനെ മുറൈസിയ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവിടെ എത്തുന്ന സമയത്ത് ഈ ഗോത്രം, ഹാരിസ് ഇബ്നു അബി ദിറാറിന്റെ ഗോത്രം, അവർ യാതൊരു ശ്രദ്ധയുമില്ലാതെ അവരുടെ കാലുകൾ പിന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ശ്രദ്ധയില്ലാതെ അവിടെ നിൽക്കുകയാണ്. അവരുടെ മനസ്സിൽ അള്ളാഹു നേരത്തെ ഭീതി ഇട്ടു കൊടുത്തു. നേരത്തെ ഉണ്ടായിരുന്ന യുദ്ധത്തിനുള്ള ആഗ്രഹവും ധൈര്യവും ഒക്കെ ചോർന്നുപോയി. ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒരു പോരാട്ടമില്ലാതെ തന്നെ അവരെ കീഴ്പ്പെടുത്തുകയുണ്ടായി. അവരിൽ പലരും കൊല്ലപ്പെട്ടു. അതുപോലെ അവരുടെ സ്ത്രീകളും കുട്ടികളും മറ്റും ബന്ദികളാക്കപ്പെട്ടു. മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരൊറ്റൊരാളെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ്. അത് തന്നെ അബദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ കയ്യാൽ, ഒരു അൻസാരിയായ ഒരു സഹാബിയുടെ കയ്യാൽ അബദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയതായിരുന്നു എന്നാണ്. അത്രയും പൂർണ്ണമായ വിജയമാണ് മുസ്ലിമീങ്ങൾക്ക് അതിനുണ്ടായത്. അങ്ങനെ അവരിൽ പലരും ബന്ദികളാക്കി പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി തീർന്ന നമ്മുടെ ഉമ്മ ജുവൈരിയ റളിയല്ലാഹു അൻഹ അവരുമുണ്ടായി. ജുവൈരിയ റളിയല്ലാഹു അൻഹ ബനു മുസ്തലിഖ് ഗോത്രത്തിന്റെ നേതാവ് ഹാരിസ് ഇബ്നു അബീ ദിറാറിന്റെ മകളാണ്. ആ ഗോത്ര തലവന്റെ മകളാണ് ആര്? ജുവൈരിയ റളിയല്ലാഹു അൻഹ. ബിൻതുൽ ഹാരിസ് ഇബ്നു അബീ ദിറാർ റളിയല്ലാഹു അൻഹ അവർ ബന്ദികളുടെ കൂട്ടത്തിൽ പിടിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഒരാളുടെ അദ്ദേഹത്തിന് ലഭിച്ച ഓഹരിയിലാണ് അവർ പെട്ടത്. അങ്ങനെ അവരുടെ ഉടമസ്ഥൻ മുഖാചബത്ത് നടത്തി. എന്താണ് മുഖാചബ എന്ന് പറഞ്ഞാൽ? അടിമകളുമായി അവരുടെ യജമാനൻ ഏർപ്പെടുന്ന ഒരു കരാറാണ്. നിങ്ങൾ എനിക്ക് ഇത്ര പണം തന്നാൽ, നിങ്ങൾ വല്ലവരോടും സഹായം തേടിയിട്ടോ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടോ എങ്ങനെയായാലും ശരി, എനിക്ക് ഇത്ര പണം തന്നാൽ നിങ്ങൾ മോചിതനാകും എന്ന് പറയുന്ന രീതിയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ അല്ലാഹു ഇത് പരാമർശിച്ചിട്ടുണ്ട്. والذين يبتغون الكتاب مما ملكت أيمانكم فكاتبوهم إن علمتم فيهم خيرا
വഅതൂഹും മിൻ മാലില്ലാഹി അല്ലദീ ആതാകും. നിങ്ങളുടെ അടിമകളിൽ നിങ്ങൾ നന്മ കാണുന്നവർ നിങ്ങളോട് കിതാബത്ത് ഉദ്ദേശിച്ചാൽ, അഥവാ അവർ വല്ലതും തന്ന് നിങ്ങൾ അവരെ മോചിപ്പിക്കണം എന്നവർ ആവശ്യപ്പെട്ടാൽ ഫകാതിബൂഹും, നിങ്ങൾ അതുപോലെ ചെയ്യുക, അവർ ആ രൂപത്തിൽ മോചിപ്പിക്കുക എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇത് നടത്തി. അങ്ങനെ അവർക്ക് മോചനത്തിനു വേണ്ടി പണം വേണം. അവരത് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് സഹായം തേടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരതിന് സഹായം ചോദിച്ചു. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുന്നിൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പരിചയപ്പെടുത്തി. ഇസ്ലാം സ്വീകരിക്കാൻ അവരോട് പറഞ്ഞു. ജുവൈരിയ റളിയല്ലാഹു അൻഹ അത് സ്വീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മോചിപ്പിക്കുക മാത്രമല്ല, നബി അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളെക്കുറിച്ച് അതിന് പിന്നിലുള്ള ഹിക്മത്തുകളെ കുറിച്ച് എല്ലാം ഈ ദർസിന്റെ തുടക്കത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ദർസ് ഒന്നാകെ പറഞ്ഞിരുന്നു. സാധിക്കുന്ന ആളുകൾ അത് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജുവൈരിയ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിവാഹം ചെയ്യുകയാണ്. അവരെ നബി വിവാഹം ചെയ്തതോടെ എന്താണ് സംഭവിച്ചത്? ബനു മുസ്തലഖ് ഗോത്രക്കാരായ ബന്ദികൾ ധാരാളം പേർ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ആ സമയത്തുണ്ടായിരുന്നു. നബി അവരെ വിവാഹം ചെയ്തു എന്നറിഞ്ഞതോടെ മുസ്ലിമീങ്ങൾ ഒന്നാകെ അവരുടെ ബന്ദികളെ എല്ലാം സ്വതന്ത്രരായി വിട്ടയച്ചു, മോചിപ്പിച്ചു. അവർ പറഞ്ഞു, അസ്ഹാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ ബന്ധുക്കളാണ്. നബിയുടെ ഭാര്യയുടെ ബന്ധുക്കളെ നമ്മൾ അടിമകളാക്കി വെക്കുകയോ? എല്ലാവരും മോചിപ്പിച്ചു. അവരെ പോലെ ജുവൈരിയ റളിയല്ലാഹു അൻഹയെ പോലെ തന്റെ ഗോത്രത്തിന് ഇത്രമാത്രം ബറക്കത്തായി തീർന്ന വേറെ ഒരു സ്ത്രീയില്ല എന്നാണ് റളിയല്ലാഹു അൻഹ വഅർദാഹ. എന്ന് മാത്രമല്ല, ആ ഗോത്രം അവർ മുസ്ലിമീങ്ങളാകാൻ ആ സംഭവം കാരണമായി. ഗോത്രത്തിന്റെ നേതാവ്, അവരുടെ പിതാവ് ഹാരിസ് ഇബ്നു അബി ദിറാർ വരെ ഇസ്ലാം സ്വീകരിക്കുകയും മുസ്ലിം ആവുകയും ബാക്കിയുള്ള ആളുകളിലേക്ക് ഇസ്ലാം എത്തിക്കാൻ വേണ്ടി പോവുകയും ചെയ്ത സംഭവം വരെ ഉണ്ടായി. അദ്ദേഹം അടക്കം ആ ഗോത്രക്കാർ ബഹുഭൂരിപക്ഷവും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ബനു മുസ്തലഖ് യുദ്ധത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ്. ജുവൈരിയ റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുമ്പോൾ 20 വയസ്സായിരുന്നു പ്രായമെന്നാണ്. ഹിജ്റ 50 ഹിജ്റ 56 എന്നും അഭിപ്രായമുണ്ട്. ആ വർഷത്തിലാണ് അവർ പിന്നീട് മരണപ്പെട്ടത് റളിയല്ലാഹു അൻഹ വഅർദാഹ. ഈ യുദ്ധത്തിലെ യാത്രയിൽ സംഭവിച്ച മറ്റൊരു സുപ്രധാനമായ സംഭവമുണ്ട്. എന്താണ്? മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ, മുഹാജിറുകളിൽപ്പെട്ട ഒരാൾ അൻസാറുകളിൽപ്പെട്ട മറ്റൊരാളെ അടിച്ചു. രണ്ടുപേർ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ഇദ്ദേഹം വിളിച്ചു, യാ അലൽ മുഹാജിരീൻ. മറ്റേയാൾ വിളിച്ചു പറഞ്ഞു, യാ അലൽ അൻസാർ. ഈ രണ്ടുപേരും മുഹാജിറുകളിൽപ്പെട്ടയാൾ മുഹാജിറുകളെ അവരെ പ്രത്യേകം വിളിച്ചു. അൻസാറിയായ ആൾ അൻസാറുകളെ വിളിച്ചു. ആ വിളി സാധാരണ വിളിയല്ല, മറിച്ച് അതൊരു കക്ഷിത്വത്തിലേക്കുള്ള വിളിയാണ്. ഇതാ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ട എന്നെ അടിച്ചിരിക്കുന്നു, അതുകൊണ്ട് വരും, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഇവർക്കെതിരെ. അൻസാരിയായ ഇദ്ദേഹവും വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞത് എന്താണ്? മാ ബാലു ദഅവൽ ജാഹിലിയ്യ. എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത്? ജാഹിലിയത്തിന്റെ വിളി വിളിക്കുന്നത്. യാ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓരോരുത്തരും ശരിക്കും ശ്രദ്ധിക്കേണ്ട വാക്കാണ്. മാ ബാലു ദഅവൽ ജാഹിലിയ്യ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ജാഹിലിയത്തിന്റെ വിളി എന്നാണ് നബി ആ വിളിയെ വിശേഷിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അവർ വിളിച്ച വിളി എന്താണ്? മുഹാജിറുകളെ എന്നാണ്, അൻസാരികളെ എന്നാണ്. മുഹാജിറുകൾ അൻസാറുകൾ എന്ന പേര് അള്ളാഹു പറഞ്ഞ പേരാണ്. അങ്ങനെ രണ്ടു കൂട്ടരുണ്ടോ ഇസ്ലാമിൽ? ഉണ്ട്. മുഹാജിറുകൾ എന്ന കൂട്ടരുണ്ട്, അൻസാറുകൾ എന്ന കൂട്ടരുണ്ട്. അങ്ങനെ രണ്ടുപേരുണ്ട്. ആ രണ്ടുപേർ വലിയ ശ്രേഷ്ഠതയുള്ളവരാണ്. അവരെ മുഹാജിറുകളെന്നും അൻസാറുകളെന്നും വിളിച്ചത് റബ്ബാണ്. പക്ഷെ അതുപോലും
ഒരു തഅസ്സുബിന്റെ വിളി വിളിച്ചപ്പോൾ, ഒരു കക്ഷിത്വത്തിന്റെ വിളി വിളിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിളി വിശേഷിപ്പിച്ച എന്താണ്? ദഅവൽ ജാഹിലിയ്യ, ജാഹിലിയ്യത്തിന്റെ വിളി എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതാണ്, അവിടെയാണ് കക്ഷിത്വം. അത് എത്ര വലിയ അപകടമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിമീങ്ങളെ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞ കക്ഷിത്വങ്ങൾ. എന്ത് പറഞ്ഞിട്ടായിരിക്കും ആളുകൾ തുടങ്ങുക? ഇല്ല, ഇത് നമ്മൾ വേറെ ഒരു ചില കാര്യങ്ങൾ അതൊരു തർത്തീബിന് വേണ്ടി തുടങ്ങുക മാത്രം. അതുകൊണ്ട് നമുക്ക് ഇത്ര മെമ്പർമാരുണ്ട്, ഇന്നാളാണ് നേതാവാണ്, ഇന്നാള് വൈസ് പ്രസിഡന്റാണ്, മറ്റേ ജോയിന്റ് സെക്രട്ടറിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. പക്ഷെ എവിടെ എത്തും? അവസാനം എന്തിനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത് മറന്നുപോകും. ഇതായിത്തീരും പറ്റൂ. അതിന്റെ പേരിലായിരിക്കും പിന്നെ വലാവും ബറാവും തീരുമാനിക്കപ്പെടുക. അതിലാരാണോ ഉള്ളത്? അതിന്റെ മീറ്റിംഗിൽ ആരാണോ വരുന്നത്? അവരോടൊരു പ്രത്യേക സ്നേഹം, അവരോടൊരു പ്രത്യേക അടുപ്പം. അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ പിന്നിലാണെങ്കിലും കൂടി. അതേസമയം തങ്ങളുടെ കക്ഷിയിലില്ലാത്തവൻ, അവൻ എത്ര കിതാബും സുന്നത്തും അംഗീകരിച്ച് ജീവിക്കുന്നവനാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിലും അവനോടൊരു അകൽച്ചയാണ്. അപ്പോൾ നോക്കൂ, സ്നേഹവും അതുപോലെ അടുപ്പവും അകൽച്ചയും എന്തിന്റെ പേരിലായി? ഇവരുണ്ടാക്കിയ ഒരു വൃത്തത്തിന്റെ പേരിലായി, ഒരു കക്ഷിയുടെ പേരിലായി. മനസ്സിലായില്ലേ? അത് ഏത് നന്മയുടെ പേരതിന് പറഞ്ഞാലും അത് ജാഹിലിയ്യത്തിന്റെ ഇനങ്ങളിലാണ് ഉൾപ്പെടുക. ഈ കക്ഷിത്വ സ്വഭാവത്തിലേക്ക് മാറിയ, ഈ കക്ഷിത്വ സ്വഭാവത്തിലേക്ക് അത് മാറിയ. അതേസമയം അതല്ലാത്ത തആവുൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നന്മകൾക്ക് ആളുകൾ സഹകരിക്കുക, അതാരാണ് വേണ്ടെന്ന് പറഞ്ഞത്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞതല്ലോ, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിൽ അതുപോലെ തഖ്വയിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക, തിന്മയിലും ശത്രുതയിലും നിങ്ങൾ സഹകരിക്കരുത്. അല്ലാഹു പറഞ്ഞതാണ്. ആ തആവുൻ, അത് ശർഈയായ തആവുൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹകരണം, അത് മുസ്ലിമീങ്ങൾ കാലങ്ങളായി ചെയ്തു വന്നത് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് സഹാബത്തിന്റെ കാലം, താബികളുടെ കാലം, താബികളുടെ കാലം, ഇമാമിങ്ങളുടെ കാലം, ആയിരക്കണക്കിന് വർഷങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രത്യേകം എന്തെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ പോലെ അതിനനുകരിച്ചുണ്ടാക്കിയ എന്തെങ്കിലും ഒരു പാർട്ടിയോ ഒരു സംഘടനയോ ഒന്നും ഉണ്ടായിരുന്നില്ല ആയിരക്കണക്കിന് വർഷങ്ങൾ. എന്നിട്ട് മുസ്ലിമീങ്ങൾ ദഅവത്ത് നടത്തിയിട്ടുണ്ടോ? ഇല്ലേ? മുസ്ലിമീങ്ങൾ ആരും ദഅവത്ത് നടത്തിയിട്ടില്ല. മുസ്ലിമീങ്ങൾ എവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടില്ല. ആരും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. ഈ ആയിരക്കണക്കിന് വർഷം അവരിൽ പണ്ഡിതന്മാരുണ്ടായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബുദ്ധിയുള്ള ആർക്കാണ് അത് പറയാൻ സാധിക്കുക? അപ്പൊ മുസ്ലിമീങ്ങൾ ഈ സുദീർഘമായ വർഷങ്ങൾ പരസ്പരം സഹകരിച്ചും ഇസ്ലാമിക പ്രബോധനം നടത്തിയും ബിദ്അത്തുകൾക്കെതിരിൽ മറുപടി പറഞ്ഞു, ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായ ആളുകൾ വന്നും മസ്ജിദുകൾ ഉണ്ടാക്കിയും ഒക്കെ തന്നെയാണ് കടന്നുപോയി. ഇതിനേക്കാൾ നന്നായി നടത്തിയിട്ടുണ്ട് അല്ലേ? എന്നാൽ ചില ആളുകൾ ഇപ്പോൾ ഒന്നും പറയാനില്ല, അതൊന്നും നടക്കില്ല. നമ്മൾ ഈ പറയുന്ന ഒരു വൃത്തം അതിനകത്ത് കടന്നു വന്നിട്ടല്ലാതെ ഇതൊന്നും നടക്കാൻ പാടില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നുകൂടാ? സഹോദര, ആ ചോദ്യം തന്നെയാണ് പ്രശ്നം. എന്ത് നിങ്ങളുടെ കൂട്ടത്തിൽ വന്നാലേ ഒരു ശരിയാവൂ എന്നെവിടെ നീട്ടി? അതാണ് പ്രശ്നം. ആ ചോദ്യത്തിൽ തന്നെയാണ് പ്രശ്നമുള്ളത്. അതിൽ തന്നെ ചിന്തിക്കുന്നവർക്ക് ഉത്തരമുണ്ട്. അതെവിടെ നീട്ടി? അങ്ങനെ വന്നാലേ ശരി. ഒരാൾക്ക് പുറത്തു നിന്നൂടെ? ഒരാൾ പുറത്തുനിന്നില്ല, ഞാനൊന്നിലേക്കില്ല, ഞാൻ അള്ളാഹുവിന്റെ ദീൻ പഠിച്ചു അള്ളാഹുവിനനുസരിച്ച് റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളാം. നന്മയുടെ ആളുകളുമായി സഹകരിക്കാം, തിന്മയുടെ ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കാം എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു കുറവുള്ളതായി നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെയാണ് പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. അത് കൂടിപ്പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ അവസ്ഥയിലെത്തും. മാ ബാലു ദഅവൽ ജാഹിലിയ്യ, എന്റെ ജാഹിലിയത്തിന്റെ വിളിയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്തേക്ക് എത്തും. അത് സഹോദരങ്ങളെ വളരെ വളരെ പെട്ടെന്ന് നാം അറിയാതെ നമ്മിലേക്ക് കടന്നു വരും. നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതാണ്. എല്ലാവരും സൂക്ഷിക്കേണ്ട കാര്യം, ഓരോ മുസ്ലിമും സൂക്ഷിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള കക്ഷിത്വ മനോഭാവങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മൾ സൂക്ഷിക്കണം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിൽ നിങ്ങളിൽ ഏറ്റവും ആദരവേറിയവൻ ആരാണ്? അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ ആരും അവനാണ്. അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നവൻ ആരാണ്? അവനോട് നാം കാണുന്ന അവന്റെ നന്മക്കനുസരിച്ചാണ് നമ്മുടെ അടുപ്പം, അതിന്റെ കുറവനുസരിച്ചാണ് ആളുകളുമായുള്ള നമ്മുടെ അകൽച്ച. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
നോക്കൂ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കർശനമായി വിലക്കി. എന്നാൽ ഈ കാര്യം മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സലൂൽ അവൻ കേൾക്കുകയാണ്. അവൻ ഇത് കേട്ടപ്പോൾ ക്ഷുഭിതനായി. അവൻ പറഞ്ഞു, കണ്ടോ, ഈ ആളുകൾ മക്കയിൽ നിന്ന് വന്ന് നമ്മൾ അവർക്ക് താമസിക്കാനിടം നൽകി, ഭക്ഷണം നൽകി, എല്ലാം കൊടുത്തു. എന്നിട്ട് ഇപ്പൊ അവർ നമുക്കെതിരെ തിരിയുകയാണ്. നമുക്കവർ ശത്രുത ഇളക്കി വിടുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇത് അറബികൾ പറഞ്ഞൊരു ഉദാഹരണം പോലെയാണ് ഇത്. സമ്മിൻ കൽബക യഅകുൽക. അറബിയിൽ പറയുന്ന ഒരു ചൊല്ലാണ് സമ്മിൻ കൽബക്. നീ നിന്റെ കെൽബിന്, നീ നിന്റെ വളർത്തുനായക്ക് ഭക്ഷണം കൊടുത്ത് അതിനെ നന്നായി തടിപ്പിച്ച് ഉഷാറാക്കുക. യഅകുൽ, കുറച്ച് കഴിഞ്ഞാൽ അത് നിന്നെ തന്നെ തിന്നു, നിന്നെ തന്നെ അത് കടിച്ചു എന്ന് പറഞ്ഞതുപോലെയാണിത് എന്നവൻ പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തിയാണ് എന്ന രൂപത്തിൽ മുഹാജിറുകളെ മോശക്കാരാക്കി അവൻ പറഞ്ഞു. കൂടാതെ അവൻ പറഞ്ഞു, നമ്മൾ മദീനയിലേക്ക് തിരിച്ചെത്തിയാൽ ഏറ്റവും പ്രതാപികളായ ആളുകൾ ആരോ, ശക്തരാരോ, അവരവിടെ നിന്ദരായവരെ പുറത്താക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെയും കുറിച്ചാണ് അവന്റെ ഈ വാക്ക് യഥാർത്ഥത്തിൽ ചെന്നെത്തുക. ഇത് മഹാനായ ഒരു സഹാബി സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു എന്ന സഹാബി കേട്ടു. അദ്ദേഹം ആ സമയത്ത് വലിയ പ്രായമില്ലാത്ത ആളായിരുന്നു. അദ്ദേഹം ഇത് പറഞ്ഞു കൊടുത്തു. കേട്ടയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് എത്തിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സലൂലിനെ, അവന്റെ ആളുകളെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? അവൻ ആണയിട്ട് സത്യം ചെയ്ത് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പച്ചക്കളവ് പറഞ്ഞു, സത്യം ചെയ്തു പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുനാഫിഖ് പറയുന്നത് ശരിയാണെന്ന് ശരിവെക്കുകയും എന്നിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുകയും ആ രൂപത്തിൽ വിലയിരുത്തുകയും ചെയ്തു എന്ന് സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയുകയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കാകെ അങ്ങേയറ്റത്തെ പ്രയാസം തോന്നി, സങ്കടം തോന്നി. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഒരു കളവ് പറഞ്ഞു എന്ന് കരുതുക ഇത്ര വലിയ പ്രയാസം. ഞാനാകട്ടെ സത്യം പറഞ്ഞതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഏറെ പ്രയാസമുണ്ടായി. ഞാൻ ദുഃഖിതനായി, അങ്ങേറ്റം ദുഃഖത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ മുനാഫിഖൂൻ അത് അവതരിപ്പിക്കുന്നത്. അതിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ മുനാഫിഖ് പറഞ്ഞ വാക്ക് സെയ്ദ് ബിൻ അർഖം കേട്ടു പറഞ്ഞു കൊടുത്തത് അതുപോലെ അല്ലാഹു അവതരിപ്പിക്കുകയുണ്ടായി. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل. ആ മുനാഫിഖുകൾ പറഞ്ഞു, ഞങ്ങൾ മദീനയിലെത്തിയാൽ അവിടെ ഇസ്സത്ത് കൂടുതലുള്ളവർ, പ്രതാപികൾ, അവരിൽ നിന്നരായവരെ അവിടെ നിന്ന് പുറത്താക്കും. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. അല്ലാഹു പറഞ്ഞ മറുപടി അതാണ്. യഥാർത്ഥത്തിൽ ഇസ്സത്ത് ആർക്കാണ്? അല്ലാഹുവിനാണ്, റസൂലിനാണ്, മുഅ്മിനുകൾക്കാണ്. എന്നാൽ മുനാഫിഖുകൾ കാര്യം മനസ്സിലാക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സദ്ദഖക യാ സെയ്ദ്. ഓ സെയ്ദ്, അല്ലാഹു നിന്നെ സത്യപ്പെടുത്തിയിരിക്കുന്നു. റബ്ബ് നീ പറഞ്ഞത് ശരി വച്ചിരിക്കുന്നു. ബുഖാരിയുടെ സഹീഹിൽ വന്നിട്ടുള്ള സംഭവമാണ്. ഇത് ഈ യുദ്ധത്തിന്റെ യാത്രയിൽ സംഭവിച്ചതാണ്. നോക്കൂ നിങ്ങൾ, ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ മുഅ്മിൻ എന്ന പേരിന്റെ വിശദീകരണമായി ഇങ്ങനെ ഒരു അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അൽ മുഅ്മിൻ എന്നത് അള്ളാഹുവിന്റെ ഒരു പേരാണ്, അല്ലേ? ഖുർആനിൽ വന്നിട്ടുള്ള പേരല്ലേ? വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം അൽ മുഅ്മിൻ. മുഅ്മിൻ എന്നത് അള്ളാഹുവിന്റെ ഒരു പേരാണ്. അതിന്റെ ഒരു അർത്ഥം എന്താണ്? മുഅ്മിൻ എന്നാൽ ഐ മുസദ്ദിഖ്, അവൻ സത്യപ്പെടുത്തുന്നവനാണ്. അള്ളാഹുവിന്റെ നബിമാർ അവർ ഏറ്റവും യാഥാർത്ഥ്യമായ സത്യസന്ധമായ കാര്യവുമായ ജനങ്ങളിലേക്ക് വന്നു. ജനങ്ങൾ അവരെ നിഷേധിച്ചു. പക്ഷെ അള്ളാഹു ആ നബിമാരെ സത്യപ്പെടുത്തിയിട്ടുണ്ട്, അവരെ ശരിവച്ചിട്ടുണ്ട്, അവരുടെ സത്യസന്ധതക്ക് ആക്കമേകുന്ന തെളിവുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെയാണ് അള്ളാഹു സിദ്ഖിന്റെ സത്യസന്ധതയുടെ ആളുകളെ അള്ളാഹു സഹായിക്കും. ആരൊക്കെ നിന്നെ കളവാക്കിയാലും റബ്ബിന്റെ മുന്നിൽ നീ ശരിയാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ശരിവെക്കുന്നതാണ്, അവൻ നിന്നെ സത്യപ്പെടുത്തുന്നതാണ്.
അതാണ് അള്ളാഹുവിന്റെ അൽ മുഅ്മിൻ എന്ന പേരിന്റെ ഒരു അർത്ഥമായി. വേറെയും അതിന് വിശദീകരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒരു വിശദീകരണം ഇതാണ്, സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് ആ ചെറിയ പ്രായമുള്ള സഹാബിയെ ശരിവെച്ചുകൊണ്ട് അള്ളാഹു ആയത്ത് അവതരിപ്പിക്കുകയാണ്. ഇതുപോലെ ബനുൽ മുസ്തലഖ് ആ യുദ്ധത്തിനുള്ള യാത്ര കഴിഞ്ഞ് സംഭവിച്ച വളരെ വലിയൊരു സംഭവമാണ് ഹാദിസത്തുൽ ഇഫ്ക്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് മുനാഫിഖുകൾ പറഞ്ഞുണ്ടാക്കിയ ദുരാരോപണവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും. ഇൻഷാ അല്ലാഹ് അത് സുദീർഘമായൊരു സംഭവമാണ്. നമ്മൾ തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ദർസിൽ നമുക്കത് ആരംഭിക്കാം. والله تعالى أعلم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.